അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാറോല കൊണ്ടുവന്ന് വെക്കാം എന്ന രൂപത്തിലാണ് ആ വാചകത്തിന് ഈ മുല്ലമാർ ഒരു അടിക്കുറിപ്പ് കൊടുക്കുന്നത്. എന്താ അടിക്കുറിപ്പ്? മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മാത്രമാണ് സുല്ലമി ചെയ്യുന്നത് എന്നാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, മടവൂരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ അടയാളം തന്നെ ഹദീസുകളെ പുച്ഛിക്കലാണ് എന്നതിന്, നിഷേധിക്കലാണെന്നതിന് നമ്മളിനി ഒരു ആരോപണം കെട്ടിപ്പറഞ്ഞിട്ട് സമ്മതിക്കേണ്ടതില്ല. നേരെ മറിച്ച് തുറന്നവര് പറഞ്ഞു. സലാം സുല്ലമി തന്നെ തുറന്ന് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? പലവരും കേട്ടത് ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടോളൂ. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലർ മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അഭിപ്രായം നോക്കി ഇതന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സ്വന്തത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടാൻ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ബുഖാരിയുടെ ഹദീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇമാം ബുഖാരി ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ 60 ഹദീസ് ദുർബലാക്കിയിട്ട് അതുകൊണ്ട് മുജാഹിദികൾക്ക് എന്ത് നഷ്ടം സംഭവിച്ചെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. 1-2 വട്ടം അദ്ദേഹം അതേ ഗാസറ്റിൽ തന്നെ ആ വിവരം ആവർത്തിക്കുന്നുണ്ട്. ഞാൻ 60 ഹദീസ് ദുർബലാക്കിയിട്ട് എന്ത് നഷ്ടമാണ് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് പലവരും കേട്ടതാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച അലിയും അത് കേട്ടു, അതുപോലെ തന്നെ മടവൂരികളും കേട്ടു. എന്നാലും പിന്നെയും നമ്മെ വെല്ലുവിളിക്കാണ്. നിങ്ങള് സലാം സുല്ലമി നിഷേധിച്ച ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസിന്റെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കുമോ? സുബ്ഹാനല്ലാഹ്, അത് നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ആ ലിസ്റ്റ് ഒന്ന് ഇതാ, ആ ലിസ്റ്റ് ഒന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ, ആ ലിസ്റ്റിംഗ് ഇതാ, ഏതൊക്കെയാണ് 60 ഹദീസ്? അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്? അദ്ദേഹം തുറന്നു പറയുന്നു, 60 ഹദീസുകളെ ഞാൻ ദുർബലാക്കിയിട്ട് മുജാഹിദുകൾക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ? മുജാഹിദുകളൊന്നും അത് സ്വീകരിച്ചില്ല. ഇയാള് ഹദീസ് ദുർബലാക്കുമ്പോ ആ ദുർബലാക്കുന്നതിന്റെ പിന്നാലെ കൂടാനുള്ളത് നല്ല മുജാഹിദുകള്. നേരെ മറിച്ച് അതിപ്പോ സലാം സുല്ലമി പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ മുജാഹിദുകള്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾക്ക് ഒരു സുന്നത്ത് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ മതിയാക്കുന്നില്ലെങ്കിൽ, ആ വാചകം കൊണ്ട് മതിയാക്കുന്നില്ലെങ്കിൽ, വളരെ മാന്യമായി ഒരു വിഷയം മാത്രം ഈ സമയത്ത് ഇവിടെ എന്റെ സഹോദരങ്ങളുടെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം തൊള്ളോണ്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന് അത് പറയുകയും വേണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു സാങ്കല്പിക ലോകത്തേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മേറാജ് എന്നൊരു സംഭവം ഉണ്ട്. ആ മേറാജ് എന്ന സംഭവത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി എന്ന് സങ്കല്പിക്കുക. അത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചെന്ന് സങ്കല്പിക്കുക. എങ്കിൽ തന്നെ അത് ഖുർആനെതിരാണ്, അത് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ സങ്കല്പ മസാല മൂപ്പരുണ്ടാക്കാൻ. അത് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹത്തിന്റെ വാചകം നിങ്ങളൊന്ന് കേൾക്കുകയാണ്. ഷാഫി ഇമാമിന്റെ തത്വപ്രകാരം ഖുർആൻ പറഞ്ഞു, ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല എന്ന് പറഞ്ഞു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ വിളിച്ചു തേടി നോക്കൂ, ഒരു ഉപകാരവും ഉപദ്രവവും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആൻ കണിശമായി മരിച്ചവരെ വിളിച്ച് തേടിയാൽ ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. ഇപ്പൊ നമ്മുടെ മതപണ്ഡിതന്മാര് പറയുന്ന മാതിരി മീറാജ് സംഭവം നമ്മൾ എടുക്കുക. മുഹമ്മദ് നബി മരിച്ചുപോയ മൂസാ നബിനെ വിളിച്ച് തേടിയെന്ന് ഞങ്ങൾ സങ്കല്പിക്കുക. 50 റക്അത്ത് നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ മുഹമ്മദ് നബി ഭൂമിയിൽ നിന്ന് വെച്ച് മൂസാ നബിയെ അത് 45 ചുരുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സങ്കല്പിക്കുക. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ സങ്കല്പിക്കാം. എങ്കിൽ വരെ തട്ടിക്കോളമെന്ന് ഷാഫി പറയാണ്. അങ്ങനെ മരണപ്പെട്ട ഉപകാരം ചെയ്യൂല എന്ന് പറയുമ്പം ഖുറാനെ കൊണ്ട് തന്നെ ഓതണം ചെയ്യുമെന്ന്. അത് ഹദീസ് ഉദ്ധരിച്ചാൽ പോരാ. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും. നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ അവർ നിങ്ങളെ വിളി കേൾക്കൂല എന്ന് പറഞ്ഞു. അപ്പം മരണപ്പെട്ടവർ വിളി കേൾക്കൂല എന്ന് ഖുറാന്റെ നസ്സാണ്, ഗണ്യത അഭിപ്രായമാണ്. അപ്പോൾ മരണപ്പെട്ടവർ കേൾക്കുമെന്നതിന് ഹദീസ് ഉദ്ധരിച്ചിട്ട് ഫലമില്ല. ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക.
എങ്കിൽ വരെ ഫലമില്ല. ഷാഫി പറയാണ്, ഖുർആനെ നേരിടണമെങ്കിൽ, ഖുർആന്റെ ആശയത്തെ എതിർക്കണമെങ്കിൽ ഖുർആൻ തന്നെ ആവശ്യമാണ്, ഹദീസിന് അവകാശമില്ല എന്ന് വരെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി റിസാലി പറയാം. വമ്പം പൊട്ടത്തരാ പറയണത്. ഒരു വലിയ ബുദ്ധിജീവിയാണെന്നാ പറയല്, ബുദ്ധിക്കനുസരിച്ച് സ്വീകരിക്കണം എന്നാണ്. ഖുർആനിന്റെ ഒരു ആയത്തിനെ എതിർക്കണമെങ്കിൽ ഖുർആൻ ആയത്തുകൊണ്ടേ പറ്റൂ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഖുർആന് വൈരുദ്ധ്യം വേണം. ഖുർആനിന്റെ ഒരു ആയത്തിനെ എതിർക്കണമെങ്കിൽ എന്തായത്തുകൊണ്ടേ പറ്റൂ? ഖുർആനിന്റെ ആയത്തുകൊണ്ടേ പറ്റൂന്ന്. അപ്പൊ ഖുർആനിന്റെ ഒരു ആയത്തിനെതിരായ ഒരു ആയത്തുണ്ടാകണം. അപ്പൊ എന്ത് വരണം? ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാകണം. അല്ലാതെ ഹദീസ് കൊണ്ട് പറ്റൂല. ഖുർആനും ഹദീസും വൈരുദ്ധ്യമാകുമല്ലേ, ആകുമോ ഇല്ലേ എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. ഏതായിരുന്നാലും അദ്ദേഹം ഒരു സങ്കല്പ മസാല ഉണ്ടാക്കി വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് സമർപ്പിക്കാൻ ഒരു വിധി, തന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന വിശ്വാസരാഹിത്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ, അത് മടവൂരികളുടെ കൈത്തിരിയായി ഏൽപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ഒരു സങ്കല്പ മസാല ഉണ്ടാക്കി പിടിച്ചാണ് മെഹറാജ്. ഒരു ഹദീസിനെയും നിഷേധിക്കുന്നില്ല സലാം സുല്ലമി, അല്ലെങ്കിൽ മടവൂരികൾ, അല്ലെങ്കിൽ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകുന്ന പാർട്ടിക്കാർ എന്ന് വിശദീകരിക്കുന്ന ആളുകൾ. ഇനി അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചതായി ഉണ്ട് എങ്കിൽ അത് തെളിയിക്കൂ, അത് പറയൂ എന്ന് വാശി പിടിക്കുന്ന മുല്ലമാർ, അവരോട് ഞങ്ങൾക്ക് വെക്കാനുള്ളതും ഇതേ വിഷയം തന്നെയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സംയുക്തമായ ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയി എന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മിഅ്റാജിനെ സംബന്ധിച്ച് സലാം സുല്ലമി തന്നെ എഴുതി വിടുന്നത് മിഅ്റാജ് സ്വപ്നമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ആ മിഅ്റാജ്, റസൂലുള്ളാഹിയുടെ മിഅ്റാജ് സ്വപ്നമായിരുന്നു. നബി ഉറക്കത്തിൽ കിടന്ന് കണ്ടത് ആ മിഅ്റാജ്. അല്ലാതെ 7 ആകാശം കടന്നുപോയി എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഖുർആൻ വിരുദ്ധാണ്. അപ്പൊ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത് മിഅ്റാജ് സ്വപ്നമായിരുന്നുവെന്നാണ്. ഇസ്രാ ശരീരത്തോടു കൂടിയായിരുന്നുവെന്ന അഭിപ്രായം അംഗീകരിക്കുന്നത് കൊണ്ട് ഖുർആനെതിരാകുന്നില്ല. അപ്പൊ ഇസ്രാ വേണമെങ്കിൽ ശരീരത്തോടു കൂടിയാണ് സമ്മതിക്കാം. എന്നാൽ മിഅ്റാജോ, ആ മിഅ്റാജ് സ്വപ്നമായിരുന്നു. ഇതാരാ പറയുന്നത്? സാക്ഷാൽ സലാം സുല്ലമി. ഇനി അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും അദ്ദേഹം പറയാൻ, അതിന് ന്യായം പറയാൻ. മിഅ്റാജ് സംഭവം ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ഒരു ആത്മീയ ദർശനം മാത്രമാണ്. മിഅ്റാജ് നബി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ബുറാഖ് എന്ന വാഹനത്തിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് 7 ആകാശത്തേക്കും പോയി എന്ന് പറയുന്നതിൽ മസ്ജിദുൽ അഖ്സ വരെ പോയി എന്ന് സമ്മതിക്കാം. പക്ഷേ മിഅ്റാജ് പോയി, 7 ആകാശം പോയി വന്നു, 7 ആകാശം കടന്നു വന്നു എന്ന് പറയുന്നത് സ്വപ്നമാണെന്ന നിലയിൽ സമ്മതിക്കാം. ശരീരത്തോടു കൂടിയാണെന്ന് സമ്മതിക്കാൻ തരമില്ല. എന്നിട്ട് അതിന് ഏതാനും തെളിവുകൾ അദ്ദേഹം കൊടുക്കുകയാണ്. അതിലൊന്നാമത്തെ തെളിവ്, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് ഒരു രാത്രി കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ചു എന്ന് അല്ലാഹു പറയുന്നു. ശരീരത്തോടുകൂടി 7 ആകാശവും തരണം ചെയ്ത് സ്വർഗം വരെ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രസ്താവനക്ക് എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? എന്നിട്ട് വീണ്ടും പറയാ, ഒരു രാത്രി കൊണ്ട് ഒരാളെ ചൊവ്വാഗ്രഹം വരെ കൊണ്ടുപോയി കാഴ്ച കാണിച്ച് തിരിച്ചു കൊണ്ടുവന്ന വ്യക്തി തന്റെ കഴിവും പരിശുദ്ധിയും പറയാൻ വേണ്ടി ഞാൻ ഇന്നവരെ രാമനാട്ടുകരയിൽ നിന്ന് ഫറോക്ക് വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമോ? ഇപ്രകാരം പറഞ്ഞാൽ അത് വ്യാജ വാർത്തയല്ലേ? അള്ളാഹ് പഠിപ്പിക്കാണ്. ഇപ്പോ അള്ളാഹ് എങ്ങനെയാ പറയേണ്ടത്? സലാം സുല്ലമിയോട് ചോദിക്കണം. അള്ളാഹ് എങ്ങനെ പറയേണ്ടത്? സുല്ലമിയോട് ചോദിക്കണം. റസൂലുള്ള ഒരു കാര്യം എങ്ങനെ പറയണം? അത് സുല്ലമിയോട് ചോദിക്കണം. എന്നിട്ട് സുല്ലമി അതിന് ന്യായം പറഞ്ഞു തരും, മടവൂരികൾ അതിന് ന്യായം പറഞ്ഞു തരും. അതനുസരിച്ച് അള്ളാഹ് പറഞ്ഞാൽ മതി, അതനുസരിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞാൽ മതി. അല്ലാതെ അള്ളാഹ് പറഞ്ഞതുപോലെ റസൂല് പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമല്ല. പിന്നെയോ, ഒരാളെ ചൊവ്വാഗ്രഹത്തിൽ കൊണ്ടുപോയി
എന്നിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയാൾ പറയാ